ഈശോയുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഈശോ നമ്മളോട് ഓരോ ദിവസവും ഓരോ വചനങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോയുടെ വലിയ സ്നേഹത്തെ നമുക്ക് നന്ദി പറയാം. നോമ്പ് വലിയ അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോട്ടെ. ഇന്നലെ രാത്രി തന്ന എക്സസൈസ് നിങ്ങൾ ചെയ്തോ? കുരിശുരൂപ എടുത്ത് വെച്ച് ധ്യാനിച്ചു എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഇൻസ്പിറേഷൻ ഈശോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നിട്ടുണ്ടാവും അല്ലേ? അതൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും കൂടി ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഒരു കുഞ്ഞു ബോധ്യം, ഒരു കുഞ്ഞു തോന്നലൊക്കെ ആയിരിക്കും. അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോയെ, ഇതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥം എനിക്ക് തരണമേ, ഇതിൻ്റെ ഒരു ഫലം എനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിലോട്ടൊരു, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് വരുന്നുണ്ടോ, ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം വരത്തില്ലേ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വചനം വായിച്ച് നടക്കുന്ന ഒരു ദിവസമൊക്കെ നമുക്ക് ഭയങ്കരമായ സന്തോഷമായിരിക്കും. ഇഷ്ടംപോലെ സങ്കടം ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വചനം വായിക്കുന്നവരുണ്ട്, രാത്രി വചനം കേൾക്കുന്നവരുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കുളിരില്ലേ, ഒരു സ്പിരിച്വൽ കുളിര്, നിങ്ങൾക്കത് അനുഭവിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ശരിക്കും ഒരു ഇടിച്ചു നിൽക്കാനൊക്കെ നമുക്കൊരു ശക്തി തന്നുകൊണ്ടിരിക്കും വചനം വായിക്കുന്നത്. ഈ നമ്മുടെ പൗലോസ്ലിയായെക്കുറിച്ച് പറയുന്നൊരു കാര്യം, അതായത് നമുക്കറിയാലോ, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കുന്നു, നമ്മളെ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്നുണ്ട് വചനങ്ങൾ, നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, നിത്യജീവനിലേക്ക് നമ്മളിങ്ങനെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അതുപോലെ പൗലോസ്ലിഹായെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു വചനം ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ, എനിക്ക് തോന്നുന്നൊരു പ്രൊട്ടസ്റ്റന്റ് തിയോളജിയൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞാണ്, ദിസ് ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വേർഡ്, എന്താണല്ലേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നത്, പൗലോസ്ലിഹ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത പ്രചോദിപ്പിച്ച വചനം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗലാത്യ 2:20 അറിയാവുന്ന വചനമല്ലേ? എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള വചനങ്ങളാണ് അത്. പ്രത്യേകിച്ച് പൗലോസ്ലിഹയുടെ എഴുത്തുകളിൽ എനിക്ക് പേഴ്സണലി ഒത്തിരി സന്തോഷം തോന്നുന്നൊരു വചനമാണ് ഗലാത്യ 2:20. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്നൊക്കെ ഉള്ളതുകൊണ്ട്, ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണിൽ ജീവിക്കുന്നത്, ഇതൊക്കെ ഉണ്ടല്ലോ. ഫിലിപ്പി 1:21 കണക്ട് ചെയ്തൊക്കെ വായിക്കണം. ഈ 2:20 പൗലോസ്ലിഹ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ ഈശോ മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അപ്പോൾ ആ എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കാം, തിയോളജിയൻ, ഏറ്റവും കൂടുതൽ പൗലോസ്ലിഹയ്ക്ക് ഇൻസ്പിറേഷൻ ആയത്, ഏറ്റവും കൂടുതൽ പൗലോസ്ലിഹയെ മുന്നോട്ട് നയിച്ച പ്രചോദിപ്പിച്ച വചനമാണിതെന്ന് പൗലോസ്ലിഹ എഴുതി വെച്ച ആ വചനങ്ങളിൽ, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കാലത്താണല്ലേ നമ്മൾ ഈ നോമ്പിൻ്റെ ദിവസം ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഈശോ വില കൊടുത്ത് വീണ്ടെടുത്തൊരു ജീവിതമാണ്. പൗലോസ്ലിഹയോട് ചേർത്തെന്ന് ചിന്തിച്ചേ, എനിക്ക് എൻ്റെ ജീവിതം ഭയങ്കര ഒത്തിരി വിലയുള്ളതാണ്. ഈശോ സ്നേഹിക്കുന്നുണ്ട്, ഈശോ ആ സ്നേഹത്തെ പ്രതി എനിക്ക് വേണ്ടി ബലിയായി തീർന്ന വീണ്ടെടുത്തൊരു ജീവിതമാണ്. നമുക്ക് ചുമ്മാ കളയാനൊന്നുമില്ല. ചിലപ്പം നമുക്കിങ്ങനെ ഈ ആദ്യത്തെ ദിവസമൊക്കെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഒരു മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര നമുക്കുണ്ടാവും, കളിയാക്കലുകൾ, തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ദിസ് ഷുഡ് ഇൻസ്പയർ അസ്. നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഓർപ്പിക്കണം, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹത്തെ പ്രതി ഈശോ എനിക്ക് വേണ്ടി ജീവൻ ബലിയായി തന്നിട്ടുണ്ട്, രക്തം ചിന്തി എന്നെ വീണ്ടെടുത്തിട്ടുണ്ട്. പൗലോസ്ലിഹയെ ഇൻസ്പയർ ചെയ്ത് ഈ വചനം എന്നെ നിങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തണം. ഈ ജീവിതം വെറുതെ കളയാനുള്ളതല്ലെന്നും, ഈ ജീവിതം ഇങ്ങനെ നിരാശയുടെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രത്യാശയോടെ കിടന്നുറങ്ങണമെന്നും നാളെ വീണ്ടും ഈശോയുടെ കൈപിടിച്ച് മുന്നോട്ട് ജീവിക്കണമെന്നും ഒക്കെ നമ്മളെ ബോധ്യം തരികയാണ് പരിശുദ്ധാത്മാവ് പൗലോസ്ലിഹയുടെ നാവിലൂടെ. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിക്കുക ഒന്ന് രാത്രി. അത് ആവർത്തിച്ച് കിടന്നുറങ്ങുക. വചനം ഇങ്ങനെ രാത്രിയിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചാലും ആദ്യം എന്നാ എന്ന് ചോദിക്കാതെ ഗലാത്യ 2:20 പറഞ്ഞു കൊടുക്കുക. എൻ്റെ ജീവിതം എത്ര വിലപ്പെട്ടതാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ഗലാത്യ 2:20 വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ, ശക്തിയാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.